ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ? ഈശോയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രലോഭനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. തൻ്റെ ദൗത്യം ആരംഭിക്കാനൊരുങ്ങുന്ന യേശുവിനെ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ദൗത്യം സാത്താനെ പരാജയപ്പെടുത്തുകയാണ് എന്ന സൂചനയാണ് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുക വഴി നൽകുന്നത്. ഒന്നാമത്തെ പ്രലോഭനം, വിശക്കുന്ന യേശുവിനോട് കല്ലുകൾ അപ്പമാക്കാൻ ആവശ്യപ്പെടുന്നു. യേശു സ്വന്തം ആവശ്യത്തിന് വേണ്ടി അത്ഭുതമൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ജനത്തിനു വേണ്ടിയും പിതാവിൻ്റെ മഹത്വത്തിനു വേണ്ടി മാത്രമാണ് അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. രണ്ടാമത്തെ പ്രലോഭനം, ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് താഴോട്ട് ചാടി ദൈവപുത്രനാണെന്ന് തെളിയിക്കുക. ദൈവഹിതത്തോടും ചേർന്ന് നിന്നുകൊണ്ട് യേശു സാത്താനെ പരാജയപ്പെടുത്തി. മൂന്നാമത്തെ പരീക്ഷണം, പിശാച് യേശുവിനെ എല്ലാ രാജ്യങ്ങളും അവിടെ മഹത്വവും വാഗ്ദാനം ചെയ്യുന്നു. അവൻ സാത്താനെ ആരാധിച്ചില്ല. പരീക്ഷകളെ ജയിച്ച യേശുവിൽ പിതാവ് സംപ്രീതനായി. ഈശോയ്ക്ക് നേരിടേണ്ടി വന്ന പ്രലോഭനങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.